എന്തായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെയും പിണറായി സർക്കാരിന്റെ CPMന്റെയൊക്കെ ഇളക്കിവിട്ട പ്രക്ഷോഭം? പരസ്യമായി മാപ്പ് പറയണം ഇനി എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. എന്താണ് കാര്യം? പ്രഗത്ഭ വിദ്യാഭ്യാസ വിചക്ഷണയായ ഡോക്ടർ സിസ തോമസിനെ 3 വർഷങ്ങൾക്ക് മുമ്പ് താൽക്കാലിക VCയെ നിയമിച്ചതിനെതിരെയും കേരള സർവകലാശാല രജിസ്ട്രാറായിരുന്ന ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷനെതിരെയും അക്രമസമരം നടത്താൻ SFIക്ക് അന്ന് നിർദ്ദേശം നൽകിയ CPM സെക്രട്ടറി MV ഗോവിന്ദൻ പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള SFI സമരത്തിന് കേരള സർവകലാശാല വളപ്പിലെത്തി CPMന്റെ പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് MV ഗോവിന്ദനെന്നും ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നു. ഗവർണറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇപ്പോഴത്തെ സമവായ ചർച്ചയിൽ ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം VCയെ നിയമിച്ചു. പിന്നെ ഉടക്കി നിന്ന കേരള രജിസ്ട്രാർ അനിൽകുമാറിനെ സർക്കാർ തന്നെ പിൻവലിച്ചു. ഇതോടെ CPMും അവരുടെ യുവജന സംഘടനകളും അപഹാസ്യരായി മാറിയിരിക്കുന്നു. രജിസ്ട്രാർ അനിൽകുമാറിനെ ബലിയാടാക്കിയ CPM നിലപാടിൽ CPM അധ്യാപക സംഘടനകൾക്ക് എന്തുണ്ട് പറയാൻ? അവർ പ്രതികരണം വ്യക്തമാക്കണം. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടാക്കിയ ഏറ്റവും പുതിയ രഹസ്യ കരാർ എന്താണെന്ന് വെളിപ്പെടുത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ നടത്തിയ കോടികളുടെ അഴിമതി സംബന്ധിച്ച പരിശോധന ഈ ഗവർണർ മുഖ്യമന്ത്രി കരാറിലൂടെ അട്ടിമറിക്കപ്പെടുമോ എന്നതും അറിയേണ്ടതുണ്ട്. അഴിമതി ആരോപണം തന്റെ കുടുംബത്തിലേക്ക് നീണ്ടപ്പോൾ SFIക്കാരെ മുഖ്യമന്ത്രി കൈവിട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. രക്തബന്ധത്തെക്കാൾ വലുതല്ലല്ലോ പാർട്ടി ബന്ധമെന്ന് ചെന്നിത്തല കളിയാക്കും. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അനാവശ്യമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച് സർവകലാശാലയുടെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് ഈ സംസ്ഥാനം വിട്ടുപോകുന്നതെന്ന യാഥാർത്ഥ്യം CPM ഒന്ന് കണ്ണു തുറന്ന് കാണണമെന്നും ചെന്നിത്തല ഓർമ്മിപ്പിക്കുന്നുണ്ട്.